ഓണമായിട്ട് അമ്മക്കുട്ടിക്കും അപ്പക്കുട്ടനും ഒരാഗ്രഹം കേട്ടോ, ഓണപ്പൂക്കളുണ്ടെന്നാ. അപ്പോൾ അങ്ങനെ അവരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൽദോസും എൽനയും ഡ്രസ്സ് എടുക്കാനായിട്ട് പെരുമ്പാവൂർ പോയേ. ചാച്ചൻ വീട്ടിൽ നിന്ന് ബേസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനന്ന് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവന് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 11 ആയപ്പോഴത്തേനും സദ്യ എടുക്കാമെന്ന് വിചാരിച്ചേ. പപ്പടവും ബീട്രൂട്ട് പച്ചടിയും പരിപ്പ് കറിയും മാങ്ങ അച്ചാറും പുളി ഇഞ്ചിയും മധുര പച്ചടിയും വെള്ളരിക്ക പച്ചടി, ഓലൻ, തോരൻ, സാമ്പാർ, മോരുകറി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്യും രസവും ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം വിളമ്പി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അവർ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ വെക്കുന്ന ഫുഡ് മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഓണസദ്യ ഉണ്ട് കേട്ടോ. അത് കാരണം എല്ലാവർക്കും കുറേശ്ശെ ചോറേ കൊടുത്തുള്ളേ. മക്കൾക്കും അച്ഛനും കുറേശ്ശെ ചോറേ കൊടുത്തുള്ളൂ കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിക്കാനുള്ളതല്ലേ, നമ്മളെ ഓണസദ്യ വിളിച്ചതാണ്. അപ്പോൾ അച്ഛൻ്റെ സൗഹൃദങ്ങളിൽ മറക്കാൻ പറ്റാത്തൊരു സൗഹൃദം എന്ന് പറയുന്ന ഒന്നാണ് കേട്ടോ അത്. ആളെന്ത് ആവശ്യത്തിനും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനും കൂടി കഴിക്കാനിരിക്കുകയാണേ. ഞാൻ കഴിച്ചു കേട്ടോ. അച്ഛന് 2 ഉരുള ചോറ് കൊടുത്തേ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചൂട് പായസം കൊണ്ടു തന്നിട്ടോ. നല്ല ഗോതമ്പ് പായസം അവർ വെച്ച് വാങ്ങിയതേ ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ പായസം കൊണ്ടുവന്നത് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കായിരുന്നു കേട്ടോ ഇലയിൽ പായസം കഴിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ദേ ചൂട് പായസം ഇലയിലേക്ക് ഒഴിച്ചിട്ട് കൈയിട്ട് വിരൽ പൊള്ളി കേട്ടോ. നല്ല തിളച്ച പായസമായത് കാരണം ചൂടിനൊട്ടും കുറവുണ്ടായില്ല കേട്ടോ. അങ്ങനെ എൻ്റെ 2-3 വിരൽ പൊള്ളി കേട്ടോ. കണ്ണിൽ കൂടെ പൊന്നിച്ച് പറഞ്ഞെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡിയായേ. അച്ഛൻ്റെ വേറെ കൂട്ടുകാരനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. മോൻ സൈക്കിളിൽ പോയി, 4 പേര് ബൈക്കിൽ പോയാൽ പണി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അടുത്താണ് എന്നാലും പോയിട്ടോ. ഇത് കൂട്ടുകാരൻ്റെ അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവന് 9 മാസമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അച്ഛൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ നല്ല അടിപൊളി ഓണസദ്യയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചാനലെടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് അനിയനും അനിയൻ്റെ വൈഫും അമ്മയും ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ബ്ലൂ ചുരിദാറിട്ട് നിൽക്കുന്ന ആളുടെ വൈഫുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.